സുവിചേട്ടനെ ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ അലക്സ് പാട്ടുപതി, ബഹുമാനപ്പെട്ട ജോസച്ച, UKKC ജനറൽ സെക്രട്ടറി സിറിൽ പനങ്കാല, UKKCയുടെ മറ്റ് സെൻട്രൽ കമ്മിറ്റി അംഗങ്ങളെ, വുമൻസ് ഫോറം റെപ്പ് മഞ്ജു അലക്സ്, കിഷോർ ബേബി, ബിജിൽ ജേക്കബ്, മാത്യു ജോസഫ്, ആൽബിൻ സിബി, അനു റെജി, എഡിൻബറോ, ഗ്ലാസ്കോ, അബഡിൻ യൂണിറ്റുകളിൽ നിന്ന് എത്തിയിരിക്കുന്ന പ്രിയ കനാനായ സഹോദരങ്ങളെ, സാധാരണ ഇത്രയും വലിയൊരു കൺവെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഞാൻ എന്തെങ്കിലും എഴുതി തയ്യാറാക്കി കൊണ്ടുവരാറുണ്ട്. നിർഭാഗ്യവശാൽ ഞാൻ സ്കോട്ട്ലൻഡിലേക്ക് ഇന്ന് വന്നപ്പോൾ ഞാൻ യാതൊന്നും എഴുതി കൊണ്ടുവന്നിട്ടില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ തുറന്ന് സംസാരിച്ചു കഴിഞ്ഞു. അതിലേറ്റവും 2 കാര്യങ്ങൾ ഇന്ന് ഞാനിവിടെ ശ്രദ്ധിച്ചത്, ജിസ്മോൻ ആദ്യം സൂചിപ്പിച്ചു, സഭയും സമുദായവും ഒന്നിച്ചു പോകണം. അതാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതോടൊപ്പം തന്നെ അലക്സും പറഞ്ഞത് അവസാനം അത് തന്നെയായിരുന്നു. ആ 2 വിഷയത്തെക്കുറിച്ചും സംസാരിക്കുവാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഡോക്യുമെൻസുകളുമായിട്ടാണ് ഞാൻ വന്നത്. വേറെ യാതൊന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടില്ല. അതിനു മുൻപ് അലക്സിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഓർത്തു പോവുകയാണ്. വളരെ കൃത്യമായിട്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന അലക്സിനെ ഇന്ന് ഇവിടെ അവതാരകർ സൂചിപ്പിച്ചപ്പോൾ ഇന്നലെ വൈകിട്ടും കൂടെ അലക്സ് എൻ്റെ ഒരു കാര്യം ഓർപ്പിച്ചു, സിബിച്ചേട്ടാ വിളക്ക് കൊണ്ടുവരണം, വിളക്ക് കൊണ്ടുവരുമ്പം സിബിച്ചേട്ടൻ ഒരു തംസപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു. അത്രയ്ക്ക് ആത്മാർത്ഥതയോടുകൂടി ഈ കൺവെൻഷൻ ഇത്രമാത്രം ഭംഗിയാക്കുവാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കുന്ന അലക്സിനെയും അലക്സിൻ്റെ കൂട്ടത്തിലുള്ള ഓരോ കമ്മിറ്റി അംഗങ്ങളെയും അനുമോദിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ വരാൻ തയ്യാറായപ്പോൾ ഞാൻ കുറച്ച് ഡോക്യുമെൻസും 1991 മേടിച്ച ബൈബിളുമാണ് ഞാൻ കൊണ്ടുവന്നത്. അത് ഇന്നിവിടെ അന്വർത്ഥമായിരിക്കുകയാണ്. അതായത് സഭയും സമുദായവും നമ്മൾക്ക് വേണം. പക്ഷേ അതിൻ്റെ 2ൻ്റെയും വ്യത്യാസങ്ങൾ നമ്മൾ ഓരോരുത്തരും കൃത്യമായി മനസ്സിലാക്കി പോയെങ്കിൽ മാത്രമേ സഭയും സമുദായവും എന്താണെന്നും സമുദായം എന്നു മുതലാണ് നമ്മൾക്ക് കിട്ടിയത്, ആ സമുദായം UK-യിൽ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കണം. എല്ലാ വേദികളിലും എല്ലാ സമയത്തും എല്ലാവരും സംസാരിക്കാറുണ്ട്, സഭയും സമുദായവും ഒന്നിച്ചു കൊണ്ടുപോകണം. പക്ഷേ ജ്ഞാനായക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സഭ എന്ന് പറയുന്നത് 1911 വിശുദ്ധ 10-ാം പീയൂസ് മാർപ്പാപ്പ നമ്മൾക്ക് അനുവദിച്ച കോട്ടയം രൂപത എന്ന് പറയുന്ന ആ സഭാ സംവിധാനമാണ്. അതൊരു കാരണവശാലും നമ്മൾക്ക് മാറിപ്പോകാൻ പാടില്ല. നമ്മൾ സീറോ മലബാറിന്റെ ഭാഗമാണെങ്കിൽ കൂടി കോട്ടയം രൂപതയുടെ അംഗങ്ങളാണ് നമ്മൾ. അതാണ് നമ്മളുടെ സഭ. ആ സഭയെക്കുറിച്ച്, കോട്ടയം രൂപതയെക്കുറിച്ച് കൃത്യമായി വാക്യങ്ങൾ എനിക്ക് പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഈ വേദിയിലുണ്ട്. കാരണം 3 വർഷമായി ഞങ്ങൾ ഈ കമ്മിറ്റി UKKCയെ മുന്നോട്ട് നയിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹം ഈ 3-ാമത്തെ വർഷത്തിൽ ഈ സ്കോട്ടിഷ് സംഗമം ഇവിടെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഒരു ദൈവനിയോഗമായി ഞങ്ങൾ അതിനെ കരുതുകയാണ്. ഞങ്ങളുടെ ഈ കമ്മിറ്റിയുടെ അവസാനത്തെ ഒരു പബ്ലിക് മീറ്റിംഗ് ആണ് ഇന്ന് ഇവിടെ സ്കോട്ട്ലൻഡിൽ നടക്കുന്നത്. പ്രിയമുള്ളവരെ, സഭ എന്ന് പറയുന്നത് ഞാൻ ആദ്യം സംസാരിക്കാൻ കാരണം ഇത് സീറോ മലബാർ എപ്പാർക്കിയുടെ ഒരു ഡിക്രിയാണ്. Bishop of the Catholic Syro Malabar Eparchy of Great Britain here issue the following decree. Mindful of the pastoral solicitude entrusted to me, Bishop of the Eparchy,
and recognizing the vital role of collaboration and shared responsibility in the life and mission of our parishes, I hereby promulgate these revised and updated procedure rules for Palli Yogam within the Syro Malabar Eparchy of Great Britain. As the Second Vatican Council so clearly articulated, the lay faithful by virtue of their baptism and confirmation are called to participate actively in the saving mission of the Church. Parish councils serve as a crucial means by which this participation is fostered and exercised at the local level. They provide a forum for the pastor and they lay faithful to work together in a spirit of unity and mutual respect, discerning the needs of the parish and collaboratively planning for its spiritual and temporal well-being. As per CCO Canon 295, in the parish there are to be appropriate counsel dealing with the pastoral and economic matters according to the norms of the particular law of its own church sui juris. The system of Palli Yogam is laudable heritage of the Syro Malabar Church, by which she expresses in a tangible way the ecclesial communion of all Christian faithful in the church. This procedure is established to provide a clear framework for the formation, membership, responsibilities, and operation of parish council within our eparchy. They are intended to promote effective communication and collaboration between the parish priest and the lay faithful, facilitate the pastoral planning process within the parish, ensuring that decisions are made prayerfully and with due consideration for the diverse gifts and perspectives of the parish community. Enhance the stewardship of parish resources, both human and material, in a manner that is transparent, accountable, and allied with the mission of the Church. Strengthen the sense of shared ownership and responsibility for the life and vitality of the parish. Ensure that parish council operate accordance with the norms of canon law and the particular policies of the eparchy of Great Britain. Therefore, after careful consultation with the Presbyterial Council and with the aim of fostering vibrant and collaborate parish communities, I hereby decree the following procedure rules for Palli Yogam to be normative for all parishes, mission and proposed mission within the Syro Malabar Eparchy of Great Britain, effective from 27th April 2025. The full text of the procedure for Palli Yogam of the Syro Malabar Eparchy of Great Britain is attached to this promulgation document and shall be considered in integral part hereof. You are requested to send the details of your newly elected parish council members on or before 15th May 2025 for my approval, so that the new Pradhanidhi Yogam takes charge in all our communities on 1st June 2025. May the Holy Spirit guide our efforts as we work together to build up the body of Christ in our local communities, given at Preston on this 27th day of April in the year of Lord 2025. Joseph Srambigal, Bishop, Syro Malabar Eparchy of Great Britain. ഇതിൻ്റെ 30ാമത്തെ നമ്പറായിട്ട് രജിസ്റ്റേർഡ് മെമ്പർ ഓഫ് എ പാരിഷ് മീൻസ് എ പ്രാക്ടീസിംഗ് സീറോ മലബാർ ഫെയ്ത്ത്ഫുൾ ഓഫ് ദി ഏജ് 18 years or above and resides and duly registered in the particular parish and is participating in and supporting the church activities, including the financial commitment to the parish. ഞാനിത് ഇത്രയും വായിക്കാൻ കാരണം, ക്നാനായക്കാരായ നമ്മൾക്ക് 15 ക്നാനായ മിഷൻ തന്നിട്ടുണ്ടെങ്കിൽ ക്നാനായക്കാരെക്കുറിച്ച് യാതൊരുവിധ ഇൻഫർമേഷനോ ക്നാനായക്കാർക്ക് മാത്രമായിട്ട് യാതൊന്നും ഇതിൽ തന്നിട്ടില്ല എന്ന് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ ഡിഗ്രി നമ്മളെ വായിച്ച് കേൾപ്പിച്ചത്. ഞാനിപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യത്യാസം, സഭാപരമായ വ്യത്യാസം. ജോസച്ചൻ ഇവിടെയുണ്ട്. ജോസച്ച എന്നോട് ക്ഷമിക്കണം. ക്നാനായക്കാരെക്കുറിച്ചും സീറോ മലബാർ സംവിധാനത്തെക്കുറിച്ചും
രണ്ട് വാക്ക് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. മറ്റൊന്നും വിചാരിക്കരുത്, ജോസച്ചനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് കോട്ടയം രൂപതയിൽ നിന്നാണെങ്കിലും ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാറിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജോസച്ചനെ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ വ്യക്തമായ തെളിവുകൾ എൻ്റെ മകൻ്റെ വിവാഹവുമായിട്ട് സംബന്ധിച്ച് ഞാൻ സുനി അച്ഛനെ അടുത്ത് ചെന്നപ്പോൾ സുനി അച്ഛൻ്റെ കയ്യിൽ നിന്നും എനിക്ക് വ്യക്തമായ തെളിവ് കിട്ടി. ആ തെളിവ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത് എനിക്ക് സുനി അച്ഛൻ തന്നത് 4 ഫെബ്രുവരി. ഒരു മകന്റെ വിവാഹവുമായിട്ട് ഒരു മാതാപിതാക്കൾ എത്രയോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണ് പോകുന്നത് എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും അറിയാം. അത് നടപ്പാക്കാനും നടപ്പിൽ വരുത്തുവാനും കൃത്യമായ കാര്യങ്ങൾ അറിയുവാനും വേണ്ടി കൂടി തന്നെയാണ് ഞാൻ കോട്ടയം രൂപതയെയും കിടങ്ങൂർ ഫോറനെയും കോട്ടയം രൂപതയ്ക്ക് കൂരിയായ്ക്ക് ലെറ്റർ അയച്ചതും ഇവിടുത്തെ സുനി അച്ഛനെ സമീപിച്ചതും. ഫെബ്രുവരിയിൽ ഇങ്ങനെ ഒരു ലെറ്റർ എനിക്ക് തരണമെങ്കിൽ അതിനു മുൻപ് ഞാൻ സുനി അച്ഛനോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു, അച്ഛാ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടോ, എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? അപ്പോൾ അവസാനമായിട്ട് അച്ഛൻ തന്ന ഇമെയിലാണ്. അതിൻ്റെ ഒരു കണ്ടന്റ് മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ്. If you have any request for exception or permission, I encourage you to contact the Syro Malabar Eparchy of Great Britain, as our Cananaya Catholic personal parish operates under their administration. It is important to adhere to their guideline and submit the appropriate documents for the marriage. ഇതാണ് സുനി അച്ഛൻ എനിക്ക് തന്ന ഡോക്യുമെന്റ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ജോസ് അച്ഛനും സുനി അച്ഛനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജ്ഞാനായ വൈദികരും വന്നിരിക്കുന്നത് സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാനാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഈ വിവരങ്ങൾ കൃത്യമായിട്ട് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് UK-യിലുള്ള ഓരോ ജ്ഞാനായ സമുദായ അംഗങ്ങൾക്കും അവരുടെ മക്കളെ വിവാഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, കൂദാശയ്ക്ക് വേണ്ടി വൈദികരെ സമീപിക്കുമ്പോൾ, ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഫോം ഫില്ല് ചെയ്യാതെ കൂദാശകൾ തിരസ്കരിക്കപ്പെടുമ്പോൾ, ബാർഗെയിൻ ചെയ്യുമ്പോൾ എന്തിനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. നമ്മളെ ഓരോരുത്തരെയും ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് ഒരേ സമയം 2 രൂപതയിൽ 2 ഇടവകയിൽ ഒരേ സമയം അംഗമായിരിക്കുവാൻ പാടില്ല എന്ന സത്യം മറച്ചു വെച്ചുകൊണ്ട് നമ്മൾ കൂദാശകൾക്ക് വേണ്ടി ചെല്ലുമ്പോൾ നമ്മൾക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ ഒരു ഫോം എടുത്തു തരുന്നു, FN013A എന്ന് പറയുന്ന ഫോം. ആ ഫോമിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ആ വെബ്സൈറ്റിൽ ചെന്ന് നോക്കിയാൽ അവിടെ ജ്ഞാനായക്കാരെ കുറിച്ചോ ജ്ഞായി തോമായെ കുറിച്ചോ ജ്ഞാനായ സമുദായ ചരിത്രത്തെ കുറിച്ചോ യാതൊന്നും സംസാരിക്കുന്നില്ല, യാതൊന്നും പറയുന്നില്ല. അതിന്റെ അർത്ഥം നമ്മളെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ ചേർക്കുക. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വളരണം. ഈ ജ്ഞാനായ സമുദായം ഈ ഭൂമിയിൽ ഇല്ലാതാക്കണം. പക്ഷേ UKKCയുടെ യൂണിറ്റുകളിലൂടെ ജ്ഞാനായക്കാർ ആവശ്യവുമാണ്. ജ്ഞാനായക്കാരെ ഓരോരുത്തരെയും തപ്പിയെടുത്തിരിക്കുന്നത് UKKCയുടെ യൂണിറ്റുകളിലൂടെ അവരുടെ തലയെണ്ണം നോക്കി, അവരുടെ രജിസ്റ്റർ നോക്കി, അവരുടെ യൂണിറ്റ് എവിടെ പുതുതായിട്ട് ഓപ്പൺ ചെയ്താലും അവിടെ നമ്മുടെ ജ്ഞാനായ വൈദികർ ചെന്ന് ഈ ഫോം കൊടുത്ത് സൂത്രത്തിൽ അവരെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ അംഗങ്ങളാക്കുന്നു. ആ സത്യമാണ് നമ്മൾ മറന്നു പോകുന്നത്, മറക്കാൻ പാടില്ലാത്തത്. അന്നേരം നമ്മൾ ചിന്തിക്കണം, 1911 നമ്മൾക്ക് തന്ന 10ാം പിയൂസിന്റെ ബൂളായ്ക്ക് ലംഘനമാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത്. ഈ ഫോം ആര് പൂരിപ്പിച്ചാലും, ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ ഫോം പൂരിപ്പിച്ചാൽ സഭയാകുന്ന കോട്ടയം രൂപതയിൽ നിന്ന് അംഗത്വം നമുക്ക് നഷ്ടപ്പെടുന്നു. നിങ്ങൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കണം. അടുത്തതായിട്ട് പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ അംഗമാകുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് കൂരിയായെ സമീപിച്ചപ്പോൾ ഞങ്ങൾക്ക് കൂരിയ ലെറ്റർ തന്നില്ല, മറുപടി തന്നില്ല. കടങ്ങോപ്പള്ളി അച്ഛൻ ലെറ്റർ കിട്ടി എന്ന് പറഞ്ഞു, കൂരിയ ലെറ്റർ തന്നില്ല. ഞങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായ വേറൊരു കാര്യം, ഞങ്ങൾ
വേറെ അച്ഛന്മാരെ അറേഞ്ച് ചെയ്തിരുന്നു. ഞാൻ ഒരു ദിവസം ജോലി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മകൻ എന്നോട് പറയാണ്, പപ്പ, നമ്മൾ ചെയ്യാൻ പോണ വെഡ്ഡിങ് ഇൻവാലിഡ് വെഡ്ഡിങ് ആണെന്ന് ലെറ്റർ വന്നിരിക്കുന്നു. എന്തുകൊണ്ട് ഇൻവാലിഡ് വെഡ്ഡിങ് ആയി നമ്മൾക്കറിയില്ല. പ്രിയമുള്ളവരെ, ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയുടെ വർക്ക് ചെയ്യുന്ന ചാൻസലർ മാത്യു പിണക്കാട്ട് എന്ന് പറയുന്ന വൈദികൻ ഞങ്ങൾ കൊടുത്തിരുന്ന ലാറ്റിൻ പള്ളിയിലെ ലെറ്റർ തപ്പിയെടുത്ത് സീറോ മലബാർ അച്ഛൻ ഡെർബിയിൽ ബുക്ക് ചെയ്ത പള്ളിക്ക് ഇമെയിൽ അയച്ചു. ആ ഇമെയിൽ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. I have received the marriage paperwork for Darren Sibi and Clarina Thomasawuti from your office through the Archdiocese of Birmingham. Based on the documents received, I understand that both parties belong to the Syro Malabar Church. However, I do not have their contact details. Therefore, please ask them to contact their proper pastor. The Syro Malabar priest in their area, I am concerned that they may be attempting an invalid marriage through the Latin priest. പ്രിയമുള്ളവരെ, കത്തോലിക്ക സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന നമ്മളെല്ലാവരും കൂദാശകൾക്ക് അർഹതപ്പെട്ടവരാണ്. കൂദാശകൾ ആർക്കും ചെയ്തു കൊടുക്കണമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാറ്റിൻ പള്ളിയിൽ പോകേണ്ട നമ്മൾ വെഡ്ഡിങ്ങിന് തയ്യാറായാൽ ആ വെഡ്ഡിങ് എങ്ങനെയാണ് ഇൻവാലിഡ് വെഡ്ഡിങ് ആകുന്നത്? 15 മെയ്യില് വീണ്ടും അവിടുത്തെ പള്ളിയിലെ അച്ഛൻ ലെറ്റർ വിട്ടു, ഇമെയിൽ നിന്നു. To assist you further, I kindly ask that you receive communication with Father Matthew Pinnakat, Chancellor of the Syro Malabar Eparchy. His email address is so and so, and he is best positioned to advise on the necessary steps. Additionally, as you wish to marry at St. Mary's in Derby, please note that this parish falls under the Diocese of Nottingham. Should the Syro Malabar Eparchy grant permission for your wedding, coordination would need to occur directly with the Diocese of Nottingham rather than our own. പ്രിയമുള്ളവരെ, ഈ ഒരു പെർമിഷൻ കിട്ടാൻ വേണ്ടി എൻ്റെ മകനും മകളും കൂടെ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത മെത്രാനെ കാണാൻ പോയി. മെത്രാനെ കാണാൻ ചെന്നപ്പോൾ മെത്രാൻ പറഞ്ഞു, നിങ്ങളുടെ മെത്രാൻ മാർ മാത്യു മൂലക്കാട്ട് മെത്രാന് ഇവിടെ ജൂറിസ്ഡിക്ഷൻ ഇല്ല, അദ്ദേഹത്തിന് യാതൊരു അധികാരവുമില്ല. ഞാനാണ് നിങ്ങളുടെ അധികാരി. നിങ്ങൾക്ക് 15 ജ്ഞാനായ മിഷനുകൾ അനുവദിച്ചു തന്നിരിക്കുന്നത് നിങ്ങളുടെ സോഷ്യലൈസിങ് ചെയ്യാനും നിങ്ങളുടെ ആക്ടിവിറ്റീസ് നടത്താനുമാണ്. അതുകൊണ്ട് നിന്റെ കല്യാണം ഇവിടെ നടക്കണമെങ്കിൽ ഈ ഫോം ഫില്ല് ചെയ്യണം. അതല്ല, നിനക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ വിവാഹം നടത്തണമെങ്കിൽ നീ നാട്ടിൽ പോയി മൂലക്കാട്ട് മെത്രാനോട് പറഞ്ഞിട്ട് കടങ്ങൂർ പോയി കല്യാണം കഴിച്ചു. എൻ്റെ മകൻ അന്നേരം ചോദിച്ചു, പിതാവേ, എനിക്ക് കടങ്ങൂരിൽ നിന്ന് ലെറ്റർ കിട്ടിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ കോട്ടയം രൂപത അംഗങ്ങളാണല്ലോ, അത് നിങ്ങൾ 6 മാസം കഴിഞ്ഞ് അവിടുന്ന് പോന്നപ്പോഴേ എല്ലാം തീർന്നു, അതെങ്ങനെ ശരിയാവും? നമ്മുടെ മാതൃകടവക കോട്ടയത്തും ഉഴവൂരും പിറവത്തും കട്ടച്ചിറയും താമരക്കാടും മടമ്പത്തും എല്ലാ സ്ഥലങ്ങളിലും നമ്മുടെ ഇടവകയുണ്ട്. 10-ാം പിയൂസ് മാർപ്പാപ്പ നമുക്ക് വേണ്ടി തന്നത് കോട്ടയം രൂപതയെ നിലനിൽക്കുവാനാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കടങ്ങൂരിൽ നിന്ന് ലെറ്റർ തന്നു, ആ ലെറ്റർ എന്തുകൊണ്ട് ഇവിടെ സ്വീകരിക്കുന്നില്ല? അത് പറ്റത്തില്ല, ഇവിടെ സീറോ മലബാർ സംവിധാനം ഉള്ളതുകൊണ്ട് എന്നാണ് സ്രാമ്പിക്കൽ മെത്രാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ കോട്ടയം രൂപതയുടെ നിയമസംഗ്രഹമാണ്. കോട്ടയം രൂപത നിയമസംഗ്രഹത്തിന്റെ 53-ാമത്തെ പേജ് ഇപ്രകാരം പറയുന്നു:
പരസ്യമായ വ്യഭിചാരത്തിലും മറ്റ് ജീവിക്കുന്നവരുടെ കുട്ടികളെ മാമോദീസ മുക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ പരസ്യമായ ഉതുപ്പ് പരിഹരിക്കുവാൻ സാധ്യമല്ലാത്ത സാഹചര്യങ്ങളിൽ കുട്ടികളെ ഉത്തമ ക്രൈസ്തവരായി വളർത്തിക്കൊള്ളാമെന്ന് ജ്ഞാനസ്നാന മാതാപിതാക്കളാവുന്നവർ ഉറപ്പ് നൽകുന്ന പക്ഷം കൂരിയായിൽ നിന്നുള്ള അനുവാദം വാങ്ങി മാമോദീസ നൽകാവുന്നതാണ്. കോട്ടയം രൂപതയുടെ നിയമസംഗ്രഹത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ കാരണം, ഇല്ലാത്ത നൂലാമാലകൾ വെച്ച് ഒരു കാരണവശാലും കൂദാശകൾ നിഷേധിക്കപ്പെടുവാൻ പാടില്ല. ഇന്നിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ സഭയും സമുദായവും നമ്മൾക്ക് ആവശ്യമാണ്. ആ സഭ ഏതാണെന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മളുടെ അവകാശത്തെ നിഷേധിക്കുവാൻ പാടില്ല. നിങ്ങളിൽ ആർക്കെങ്കിലും നിങ്ങൾ ചോദ്യം ചെയ്യണം, നിങ്ങൾ അറിയണം, ഞാൻ രൂപതയെ ഉപേക്ഷിക്കുകയാണ്, എന്റെ കോട്ടയം രൂപതയെ ഉപേക്ഷിക്കണമോ വേണ്ടായോ എന്ന് നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനമെടുക്കേണ്ടത്. ചിലർ പറയും ഞാൻ ചെയ്തില്ല, എൻ്റെ മക്കൾ ചെയ്തു എന്ന്. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. മക്കൾക്ക് നമ്മൾ മാതൃകയായിരിക്കണം. മക്കളെ കൈപിടിച്ച് ഈ ഫോം ഫില്ല് ചെയ്ത് തൃശ്ശൂർ രൂപതയിലേക്കും വേറെ രൂപതയിലേക്ക് പറഞ്ഞു വിടുന്നതിന് തുല്യമായ ഒരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോഴും നിങ്ങൾ ഓർക്കുക, തന്നത് തെക്കും ഭാവരായ നമ്മൾ എല്ലായിടത്തും ഒന്നിച്ചു നിൽക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് വേണ്ടി മാത്രമായിട്ട് മടമ്പത്തും പയ്യാവൂരും നമുക്ക് സ്ഥാപിക്കപ്പെട്ടു. നമ്മളെ തലശ്ശേരി രൂപതയിൽ ചേർക്കുകയല്ല ചെയ്തത്. അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ജ്ഞാനായക്കാരായ നമ്മൾ UK-യിലേക്ക് കുടിയേറിയപ്പോൾ നമ്മളെ അതാത് സ്ഥലത്തെ സീറോകളിൽ ചേർക്കുമ്പോൾ നമ്മൾ അറിയണം, നമ്മളെ ചേർക്കുന്നത് സീറോ മലബാർ ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലേക്കാണ്. എന്തുകൊണ്ട് നമ്മളെ മലബാറിലേക്ക് കുടിയേറിയ നമ്മുടെ സഹോദരങ്ങളെ തലശ്ശേരി രൂപതയിൽ ചേർത്തില്ല? നമ്മൾ ചിന്തിക്കണം. ഈ വക ചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുൻപിലേക്ക് ഞാൻ തരുകയാണ്. എൻ്റെ മകനെ ഞാൻ വളർത്തി. പലരും പല രീതിയിൽ പലതും സംസാരിക്കും. എൻ്റെ മകനെടുത്ത തീരുമാനമായിരുന്നു, ഇഷ്ടമുള്ളത് നീ ചെയ്യാം, മറ്റുള്ളവർ എന്തും പറഞ്ഞോട്ടെ. UKKC എന്ന പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കി അതിനു വേണ്ടി നിന്നെങ്കിൽ അതിനെതിരെ ശബ്ദിക്കുക ഞാൻ തെറ്റ് ചെയ്യല. 3-4 ഓപ്ഷൻ എന്ന് പറഞ്ഞത് ഞാൻ അവനോട് പറഞ്ഞത്, ഒന്നീ നിനക്ക് ഫോം നമ്മൾ 1 വർഷം മുമ്പ് ബുക്ക് ചെയ്ത നമ്മുടെ വെന്യൂ ക്യാൻസൽ ചെയ്ത് നമ്മൾക്ക് നാട്ടിൽ പോയി വിവാഹം നടത്താം. ചാൻസലർ അച്ഛൻ, കോട്ടയത്തുള്ള ചാൻസലർ അച്ഛൻ പറഞ്ഞത്, സിബിയോട് പാർട്ടി നടത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ പറ, ഞങ്ങൾ കിടങ്ങൂർ കല്യാണം നടത്തി തരാം. പ്രിയമുള്ളവരെ, വിവാഹപ്രായമായിരിക്കുന്ന പെൺകുട്ടികളെ, മാതാപിതാക്കളെ, നിങ്ങൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് ഓർക്കണം. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവൾക്ക് വിവാഹം കഴിക്കുന്ന അന്ന് അവൾക്ക് ഗൗൺ ഇടണം, അവളുടെ കയ്യിൽ മന്ത്രകോടി ഇടണം, അവൾക്ക് മുടി വേൽക്കണം, അവൾക്കൊരു ഫോട്ടോ എടുക്കണം. അത് ഓരോ പെൺകുട്ടികളുടെയും അവകാശമാണ്, അവരുടെ ആഗ്രഹമാണ്, അവരുടെ സ്വപ്നമാണ്. ആ സ്വപ്നം തകർത്തിട്ട് കുറച്ചു പേർക്ക് ഫുഡ് കൊടുത്തിട്ട് കിടങ്ങൂർ പോയി കല്യാണം നടത്തുന്നത് എന്തർത്ഥമെന്ന് എൻ്റെ മകൻ എന്നോട് ചോദിച്ചു. ശരിയല്ലേ പപ്പ, അവളെയും കൂടെ ചിന്തിക്കണമെന്ന് പറഞ്ഞു. കറക്റ്റാണ്. ഞാൻ ഇന്നിവിടെ വായിച്ച ഓരോ ലെറ്ററും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം. 4-5 മാസമായി ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങൾ ഒരു കാരണവശാലും ഒരു മാതാപിതാക്കൾക്ക് ഉണ്ടാവാൻ പാടില്ല. കൂദാശയുടെ പേരിൽ കോട്ടയം രൂപത നേതൃത്വവും സീറോ മലബാർ സംവിധാനവും കോട്ടയം രൂപതയിൽ നിന്ന് UK-യിലേക്ക് കടന്നു വന്ന ജ്ഞാനായ വൈദികരും എന്റെ കുടുംബത്തോട് ചെയ്തത് UK-യിലുള്ള ഓരോ കുടുംബത്തോടും ചെയ്തതിന് തുല്യമായ കാര്യങ്ങളാണ്.
ഇനി അത് ആവർത്തിക്കാൻ പാടില്ല. വരരുത്, ചെയ്യരുത്. ഒരു കുടുംബത്തെയും അങ്ങനെ ദുഃഖത്തിൽ ആഴ്ത്തരുത്. ഞാൻ ഓരോ ദിവസവും ജോലി കഴിഞ്ഞ് വരുമ്പോൾ എൻ്റെ മകന്റെ മ്ലാനമായ മുഖം ഞാൻ കാണുമായിരുന്നു. നിങ്ങൾക്ക് ആർക്കും ആ ഗതി വരരുത്. ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു വേദി ഇവിടെ ലഭിച്ചപ്പോൾ ഞങ്ങളുടെ കമ്മിറ്റിയുടെ അവസാനത്തെ ഒരു പബ്ലിക് മീറ്റിംഗ് ആണിത്. ഞാൻ UK ജനങ്ങളോടും ലോകത്തോടും ഈ വക കാര്യങ്ങൾ പറയേണ്ടത് എൻ്റെ ഒരു കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം തന്ന ഒരു അവസരമാണ് ഇന്നത്തെ ഈ സ്കോട്ടിഷ് സംഗമം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ യാതൊന്നും എഴുതി കൊണ്ടുവന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ കൃത്യമായി ഞാനിവിടെ വന്നപ്പോൾ സഭയും സമുദായവും എന്താണെന്നുള്ള കാര്യം പറഞ്ഞു. എനിക്കത് പറഞ്ഞു തരണം. സഭ എന്നാൽ കോട്ടയം രൂപതയാണ്, അല്ലാതെ സീറോ മലബാർ സഭാ സംവിധാനമല്ല. നമ്മൾ സീറോ മലബാർ സഭാ സംവിധാനത്തിന്റെ ആരാധനാക്രമം മാത്രമാണ് പാലിക്കുന്നത്. ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ആ വ്യത്യാസം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ കോട്ടയം രൂപതയോട് ചേർന്ന് നിന്നുകൊണ്ട് UKKC എന്ന പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ UK-യിൽ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയാണ് എങ്കിൽ നിങ്ങൾ നാട്ടിൽ പോകണം. നിങ്ങളുടെ കുട്ടികളെ ഒരു 5-6 മാസം മുൻപ് നാട്ടിൽ പോയി നാട്ടിൽ പ്രീ മാരേജ് കോഴ്സ് കൂടിക്കണം. ഇവിടുത്തെ വൈദികർ നിങ്ങൾക്ക് ഈ ഒരു ഫോം എടുത്തു തരുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ അതിനുവേണ്ടി കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഈ സമുദായത്തിൽ നിന്നും ദൂരെ എടുത്തെറിയരുത്. നിങ്ങൾ 10ാം പീസ് മാർപ്പാപ്പായ്ക്ക് നമ്മൾക്ക് കിട്ടിയ ബൂളയ്ക്ക് എതിരെ ചെയ്യുന്ന പ്രവൃത്തി തെറ്റും ശരിയും നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ക്നാനായ വൈദികരുടെ കുർബാന കൂടുമ്പോൾ പക്ഷേ റിക്കാർഡിക്കലി നിങ്ങൾ ഫോം ഫില്ല് ചെയ്തരുത്. നിങ്ങൾ കുർബാന കൂടുന്നത് നമ്മൾ ചേർപ്പങ്ക പള്ളിയിലും മലയാറ്റൂരും നമ്മൾ ഭരണങ്ങാനത്തും പോയി കുർബാന കൂടുന്നതിന് തുല്യമായ ഒരു സീറോ മലബാർ കുർബാന മാത്രമാണ് നമ്മൾ ഇവിടെ അർപ്പിക്കുന്നത്. ആ വ്യത്യാസമാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഞാൻ എൻ്റെ ചിന്തകൾ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന്. നിങ്ങളുടെ യൂണിറ്റിൽ മീറ്റിങ്ങുകൾ കൂടുമ്പോൾ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങൾ നമ്മുടെ സമുദായത്തെ കുറിച്ച് സംസാരിക്കുക, വ്യത്യാസങ്ങൾ ചിന്തിക്കുക, നമ്മുടെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ മക്കളെ ക്നാനായ സമുദായത്തിൽ വളർത്തണം, അത് പരിപാലിക്കണം. അത് വെറും വാക്കുകളിലൂടെയോ പ്രസംഗങ്ങളിലൂടെയോ മാത്രമാകാതെ പ്രവൃത്തിയിലൂടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. ഈ തലമുറ അടുത്ത മക്കൾക്ക് നമ്മൾ കൈമാറി കൊടുക്കണം. ക്നായി തോമയുടെ സ്റ്റാച്യു ഇവിടെയുണ്ട്. ക്നായി തോമ എന്താണെന്നും ക്നാനായ സമുദായം എന്താണെന്നും നമ്മുടെ പദവികൾ എന്താണെന്നും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ ആർക്കും എതിരല്ല, സഭയ്ക്കെതിരല്ല, കുർബാന കർമ്മങ്ങൾക്കെതിരല്ല, ഒന്നിനും നമ്മൾ എതിരല്ല. പക്ഷേ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, സീറോ മലബാർ സഭാ സംവിധാനം UK-യിൽ വന്നതിന് ശേഷം മാത്രമാണ് ക്നാനായക്കാർക്ക് ഈ അവസ്ഥ ഉണ്ടായത്. അതുവരെ നമ്മൾക്ക് യാതൊരു പ്രശ്നങ്ങളുമില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മളെ ഈ ഫോം ഫില്ല് ചെയ്യാൻ നിർബന്ധിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം സീറോ മലബാറിന്റെ സേഫ് ഗാർഡിംഗ് ഓഫീസർ ഇവിടെ ആദ്യകാലം മുതൽ വർക്ക് ചെയ്ത ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, സിബി, ശ്രാമ്പിക്കൽ മെത്രാനോട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ഫോം ഇവിടെ ഇറക്കരുത്. അതല്ല എങ്കിൽ എന്തുകൊണ്ട് ഒരു ഡിഗ്രി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു അറിയിപ്പ് നിങ്ങൾ ഇറക്കുന്നില്ല? നാട്ടിലുള്ള എല്ലാവരുടെയും ഇടവക ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ ചേരൂ എന്ന്. അതെന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഓരോരുത്തരും ചിന്തിക്കണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, സിബിക്ക് വേണ്ട എല്ലാ വഴികളും ഞാൻ ഹെൽപ്പ് ചെയ്യും. പ്രിയമുള്ളവരെ, അമേരിക്കയിൽ ഇതേ അവസ്ഥ ഉണ്ടായപ്പോൾ അമേരിക്കയിലുള്ള ക്നാനായ സമുദായ അംഗങ്ങൾ കേസ് ഫയൽ ചെയ്തു. അവർക്ക് ലാറ്റിനിൽ കല്യാണം കഴിക്കണമെങ്കിൽ ഡെലിഗേഷൻ ലെറ്റർ എന്ന് പറയുന്ന സംഭവം കൊടുക്കുന്നു. അവിടെ യാതൊരു പ്രശ്നവുമില്ല. നമ്മൾ മാറി ചിന്തിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ കടന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്.
ഞങ്ങളുടെ ഈ കമ്മിറ്റി 3 വർഷക്കാലം വളരെ മനോഹരമായി UKKC എന്ന പ്രസ്ഥാനത്തെ വളർത്തി വലുതാക്കി പറഞ്ഞ ലെറ്ററിൽ ഞങ്ങൾ കടന്നുപോയ വഴികൾ നിരവധിയായ വഴികളിലൂടെ അന്നേരവും എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ പലതും നടക്കുകയാണ്. UKKCയുടെ സംസാരിക്കാനുള്ള വേദിയല്ല UKKCയുടെ കൺവെൻഷൻ. മാറ്റങ്ങൾ വരുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മാറ്റങ്ങൾ വന്നില്ല. എൻ്റെ കുടുംബത്തോട് ചേർത്ത് കൺവെൻഷനും കഴിഞ്ഞു. തീക്കനലിൽ നിൽക്കുന്ന പോലെ നീർന്ന വേദന എൻ്റെ മകന്റെ വിവാഹം നടത്തി. പ്രിയമുള്ളവരെ, ആരോടും യാതൊരു പരാതിയുമില്ല, വൈരാഗ്യമില്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും അങ്ങനെ തന്നെ. ചെയ്യരുത്, ഒരു കുടുംബത്തോടും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഈ 3 യൂണിറ്റുകളിൽ ഇന്നിവിടെ വരുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. അടുത്ത വർഷവും UKKCയുടെ ഞങ്ങളുടെ ഭരണസമിതി മാറുകയാണ്. പുതിയ ഭരണസമിതികൾ നിലനിൽക്കണം. സ്നേഹത്തോടെ നിർത്തുന്നു. ജയ് UKKCയെ, ജയ് ക്നാനായ സമുദായം. 6ാമത് സ്കോട്ടിഷ് ക്നാനായ സംഗമം ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. UKKC പ്രസിഡന്റ് എന്ന നിലയിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുകയാണ്.